അങ്ങനെ കനകം നവ്യനെ നോക്കാനായിട്ട് വന്ന് അനന്തപുരിയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ തവണയാണ്, അതായത് നവ്യ ശരിക്കും ഗർഭിണി ആയതിനു ശേഷമാണ് കനകം വന്നിട്ട് രണ്ടാമത്തെ സെക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നവ്യ ഗർഭിണിയാവുന്നതും കനകം നിൽക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണത്തിലൊന്നും കാണണേ. അങ്ങനെ കനകം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നവ്യ പഴയ നവ്യയെ അല്ല, അവൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അവൾ നയനേനെയും അമ്മേനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സ്നേഹിക്കും. അതുപോലെ തന്നെ ചെറുചക്കിട്ടും ദേവേനക്കിട്ടും എല്ലാവർക്കും നല്ല പണിയും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നവ്യ നല്ലൊരു ഹീറോയിനായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നവ്യ നയനേനെയും അമ്മേനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ നയനയും നവ്യയും കനകവും കൂടിയിട്ട് ഒരേ മുറിയിൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശിനത് വല്ലാത്ത ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെക്കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദർശ് നയനില്ലാതെ രാത്രി മുഴുവനും ഉറങ്ങാതിരുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. നയന അവനെ വിട്ടിട്ട് മാറിപ്പോയിട്ട് മുറിയിലേക്ക് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കനകവും നവ്യയും നയനയും കൂടെ കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആനന്ദപുരിയിൽ ഇങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നവ്യയുടെ അച്ഛൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ കനകെ, നീ ഇങ്ങോട്ട് തിരിച്ചൊന്നും വരാൻ ഉദ്ദേശമില്ലേ? ഞാനും നന്ദൂടുള്ള കാര്യം മറന്നുപോയോ? നീ നിൻ്റെ 2 പെൺമക്കളെ കിട്ടിയപ്പോൾ എന്ന് പറയുമ്പോഴേക്കും കനകം പറയാണ്, ഇത്രയും കാലം ഞങ്ങൾ അങ്ങനെ എൻ്റെ മോൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ നവ്യ മോൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഞാൻ എൻ്റെ മക്കളോട് നിന്നോട്ടെ. പിന്നെ ഇവിടുത്തെ കാരണവത്തി പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കാനായിട്ട്, അതിനെയും മാറ്റി നിർത്തിയിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ശരി ആയിക്കോട്ടെ, ഞാനും നന്ദു മാത്രമേ ഉള്ളൂ ഇവിടെ. അതെ, നന്ദു ഏത് നേരം പോയാലും മുറിക്കകത്ത് തന്നെ കഥകടിച്ച് ഒരേ ഇരിപ്പാ. എന്താ കാണുന്നൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അതുകൊണ്ട് നീ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ ഏട്ടാ, ഒരു 2 ദിവസം കൂടി, എന്നിട്ട് ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചിട്ട് കനകം നയനോട് പറയുന്നുണ്ട്, എന്താ സംഭവിച്ച നേരത്തിൽ നന്ദുവിന് കുറേ ദിവസമായിട്ട് അവൾ ഇതേ ഇരിപ്പാ. നേരത്തെ അവളെ വീട്ടിൽ കാണാനെങ്കിലും കിട്ടുകയല്ലായിരുന്നോ? ഏതെങ്കിലും ഒരു പറമ്പിൽ ആരെങ്കിലും കൂടെ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൂടെ പോകുന്നവളായിരുന്നു. ഇപ്പോൾ അതാ മുറി അടച്ച് ഒരേ ഇരിപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പം നയന ചോദിക്കുകയാണ്, എന്താ അമ്മേ സംഭവിച്ചത്? ഞാനവൾ കുറേ തവണ ചോദിച്ചു, പക്ഷെ അവളൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പം, അതൊക്കെ വീട്, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാമെന്ന് പറയാണ് കേട്ടോ. കാരണം നന്ദുവിന് അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം നയനയോടോ നബിയോടോ ഒക്കെ പറഞ്ഞാൽ അതങ്ങനെ ആനന്ദപുരിയിൽ അറിഞ്ഞ് വലിയ സീനാവുമെന്ന് പേടിച്ചിട്ടാണ് കനകം അവരോട് പറയാതിരുന്നത്. അങ്ങനെ രാത്രിയിലാകുമ്പോഴേക്കും രാവിലെ 3 പേരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നവ്യയോട് കനകവും നയനയും പറഞ്ഞിട്ട് മോളൊന്നും ചെയ്യണ്ട, മോളെ റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞ് അവളെ ഇരുത്തിക്കൊണ്ട് തന്നെ കനകവും നയനയും കൂടെ കൂടിയിട്ട് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുകയും വീടൊക്കെ ക്ലീൻ ചെയ്യുകയും കോലമൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന 2 പേരും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആനന്ദപുരിയിലുള്ള എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ദേവയാനിക്കാണെങ്കിൽ പിള്ളേരുടെ മനസ്സിലുള്ള കനകത്തിനെ കുറിച്ചുള്ള ആ തെറ്റായൊരു ചിന്ത മാറുന്നുണ്ട്. കാരണം നയനയുടെ എല്ലാ നല്ല ഗുണങ്ങളും ദേവയാനിയിലുണ്ട്. അവൾ ആ ചെയ്ത തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നല്ലൊരു സ്വഭാവത്തിനുടമയാണ് കനകം എന്നുള്ള കാര്യം ദേവയാനിയുടെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ദേവയാനി ഇത് പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. ജലജയ്ക്കാണെങ്കിൽ കനകം നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. എങ്ങനെയെങ്കിലും പായിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴുള്ള ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുമാണ് ജലജ ശ്രമിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു കോലം വരയ്ക്കുന്നതിൻ്റെ ഐശ്വര്യ കണ്ട് മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായി നയനയ്ക്ക് എങ്ങനെ ഈ കഴിവൊക്കെ വന്നതെന്ന്. അവളുടെ അമ്മയുടെ കഴിവാ അവൾക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം കനകത്തിന് വലിയ ഹാപ്പി ആവുന്നുണ്ട്. കനകം പറയാണ്, നവ്യമോൾക്കും അറിയാം അത്യാവശ്യമൊക്കെ, പക്ഷേ അവൾ പണ്ടേ അവളെ കൊണ്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യിക്കാറില്ലായിരുന്നു. നയനമോൾ പിന്നെ സ്വന്തമായിട്ടങ്ങ് ചെയ്ത് തുടങ്ങിയതാ. നവ്യമോൾ മൂത്തവളായതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ചെയ്യിപ്പിച്ചില്ല. അതിൻ്റെ കുറവായിപ്പോൾ കാണുന്നതൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, സാരമില്ല, അതൊക്കെ മാറിക്കോളും, ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ അതൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കയറിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശിൻ്റെ അടുത്തേക്ക് പോലും നയന വരുന്നില്ല. അവൾ എപ്പോഴും അവളുടെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആദർശ് വല്ലാണ്ട് ആ നയനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നയനോട് അവനെ പോയി സംസാരിക്കാനൊക്കെ പോകുമ്പോഴേക്കും വന്ന് കനകവും നബിയൊക്കെ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആദർശനൊന്ന് സംസാരിക്കണം എന്നൊക്കെയാണ് കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും ആദർശം നല്ല വിഷമം ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട് നയന അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ആരോടെങ്കിലും പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ വീർപ്പ് മുട്ടി ആദർശം നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് രാവിലെ ടെറസിൽ ഇങ്ങനെ നിൽക്കായിരിക്കും. ഇതേ സമയത്ത് തന്നെ നയനയുടെയും നവ്യയുടെയും കയ്യിൽ മൈലാഞ്ചി അരച്ച് കനകം ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ തൊപ്പി പോലെ കയ്യിൽ മൈലാഞ്ചി അരച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 2 പേർക്കും അവളിങ്ങനെ ക്രീമി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് 2 പേർക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യയും നയനയും പറയാണ്, അമ്മ ഒരു രക്ഷയില്ല, അമ്മ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അമ്മയുടെ കൈ കൊണ്ട് എത്ര കാലം ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ അമ്മയെ ഇവിടെ വന്നതിന് ശേഷം വായിക്ക് രുചിയായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിന് രുചിയായിട്ട് ഇപ്പോൾ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നയനെ പറയുന്നുണ്ട്. നവ്യ പറയുകയാണ്, ഞാൻ ഇത്ര നാളും അഹങ്കരിച്ചും നിലമറന്ന് നടന്നെങ്കിൽ പോലും നയന ഉണ്ടാക്കിയ ഓരോ ഫുഡ് ഞാൻ ആസ്വദിച്ച് തന്നെ കഴിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിന് ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. പക്ഷെ നയന എല്ലാ കാര്യത്തിലും ഒറ്റപ്പെട്ടു പോയത് മിസ് ചെയ്തതും പാവം ഞാൻ പോലും അവൾ അവോയ്ഡ് ചെയ്തു. പല സന്ദർഭങ്ങളിലും അവളെ കാണാതായിട്ട് പോലും ഞാൻ വിഷമിച്ചിരുന്നിട്ട് പോലും ഇല്ല. പക്ഷേ എന്നെ കാണാതായപ്പോൾ പാവം എൻ്റെ അനിയത്തി ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജന്മം കൊണ്ട് ഞാനാ ചേച്ചിയെങ്കിലും കർമ്മം കൊണ്ട് അവൾ തന്നെ ചേച്ചി, സ്വഭാവം കൊണ്ടും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ അമ്മ അവർക്ക് രണ്ടുപേർക്കും മാറി മാറി വാരി കൊടുക്കുകയാണ്. അപ്പം നയന ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ആദർശിന് വല്ലാണ്ട് അങ്ങനെ ഗിൽറ്റി ഫീൽ ആവുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും അവൾ സന്തോഷമൊന്നും അനുഭവിച്ചില്ല എന്ന് അവൾ പറഞ്ഞത് 100% സത്യമാണ്. ഇന്നേ വരെ ഈ വീട്ടിലുള്ള സന്തോഷം ഞാൻ കണ്ടിട്ടില്ല. അവളുടെ അമ്മയുടെ ഒക്കെ ഒരു കെയറിങ് കാണുമ്പോൾ ഒക്കെ എന്തുമാത്രം സന്തോഷമാണ്. ഇന്നേ വരെ ഞാൻ ഇങ്ങനെ കെയർ ചെയ്തിട്ട് പോലും ഇല്ല. എല്ലാം എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. അവളുടെ വന്നതിന് ശേഷം അവൾക്ക് യാതൊരു സ്നേഹമോ ഒരു പരിഗണനയോ ഒന്നും ആറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ കയറി വന്നവളാണ്. അവളുടെ സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവരും മുന്നിൽ തള്ളി അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെ തള്ളിവിടുകയായിരുന്നു. പക്ഷേ പാവം എല്ലാത്തിലും അങ്ങ് പെട്ടുപോയി. എല്ലാത്തിലും ഒരു നിരപരാധിയാണെങ്കിലും ഒരു തെറ്റുകാരിയായിട്ട് അവൾക്ക് നിൽക്കേണ്ടി വന്നു. എല്ലാവരും അവളെ അങ്ങനെ കുത്തി നോവിച്ചു. അതിൻ്റെ കൂടെ ഞാനും കൂടി പാവം മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇന്നും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൾ വലിയ ഡിപ്രഷൻ മോഡിലേക്കും പോയനെന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും നയനെ വേദനിപ്പിക്കാൻ പാടില്ല. മാക്സിമം നയനെ സന്തോഷിപ്പിക്കണം. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ, ഇനി എന്തായാലും അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് തന്നെ ആദർശ് തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ രണ്ടുപേർക്കും വാരിയെ കൊടുത്തിട്ട് അകത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി അകത്തോട്ടൊക്കെ പോയിട്ട് രണ്ടുപേരെയും ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് കനകം കൊണ്ട് പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന ജലജയ്ക്ക് സഹിക്കുന്നില്ല. ഇതെന്താ അവളുമാരുടെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സുഖമായിട്ട് നടു ഹാളിൽ കയറി ഇരിക്കാമല്ലോ അല്ലേ രണ്ടുപേർക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജകൊട്ടാരത്തിലേക്കല്ലേ അമ്മ കെട്ടിച്ചയച്ചത്, അതും ഫ്രീ ആയിട്ട്, പിന്നെ എങ്ങനെ ഇരിക്കാതിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള സർവത്രാതി ജോലികളും ചെയ്തിട്ടാണ് എൻ്റെ മക്കൾ അവിടെ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഞാനുണ്ട്, പിന്നെ അവരോട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ജയൻ പറയുന്നുണ്ട്, അതേ കനകം പറഞ്ഞതാണ് ശരി, നിനക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശം തന്നെ അവർക്കുമുണ്ട്. ഒരാൾ നിൻ്റെ മരുമകളും ഒരാൾ എൻ്റെ മരുമകളുമാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഇരിക്കാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്. നിങ്ങൾ ആര് പറഞ്ഞാലും ഒന്നും കേൾക്കണ്ട. നിങ്ങളുടെ അമ്മ ഉള്ളിടത്തോളം കാലം അമ്മയുടെ അച്ഛൻ്റെയും പ്രസൻസ് ഉള്ളപ്പോഴാണ് ഒരു മക്കളെ ഏറ്റവും ഭാഗ്യവതികളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ജയനകത്തേക്ക് കയറി പോകുന്നുണ്ട്. കനകമാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുമ്പം ജലജ ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ കനകം പറയണം, എന്താ അദ്ദേഹം പറഞ്ഞ് കേട്ടില്ലേ, നിങ്ങളും കൂടി ആ കയറി പോകാൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് ജലജ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.